എളുപ്പം പോവാ. എടോ മെക്സിക്കോയെ ഒന്നിങ്ങോട്ട് വരിക വേഗം. ആ എന്തേ ഇവിടെ വാന്നു. ആ വണ്ടി പച്ചി മഞ്ഞാണ് കളർ, അതിൽ ഞാൻ കയറില്ല. ബ്രസീലിന്റെ വണ്ടിയാണതേ. എന്റെ ദേവി, അതാ ഷബീറിന്റെ വണ്ടിയായിരുന്നു, ബ്രസീലിന്റെ അല്ല. ഇനിയിപ്പോ എന്താ ഞാൻ അയാളോട് പറയാ? എവിടുന്നാ വരുന്നത് ഇതൊക്കെ? തന്റെ ഒരു ഒടുക്കത്തെ കളിഭ്രാന്ത് കാരണം കൊണ്ട് ഒരു വണ്ടിയിൽ കയറാനും പറ്റാതായി. നടന്ന് എന്റെ കാലിന്റെ വണ്ണം തന്നെ കുറഞ്ഞു. അയ്യോ സത്യം പറ, ഇപ്പൊ നമ്മൾ ഇങ്ങോട്ടാ പോണേ? അർജന്റീന. അല്ല, അർജന്റീന നമ്മൾ ലുലുക്ക് പോവാണ്. എന്റെ അമ്മേ, ഇനി തന്റെ ഒരു കാര്യത്തിലും ഞാൻ ഇനി ഇറങ്ങില്ല കേട്ടോ. അല്ലല്ല, മെക്സിക്കോയെ ഇനി തന്റെ ഒരു കാര്യം നോക്കില്ല. തെറ്റി പോലെ തെറ്റി പുകല്ലേന്നല്ലേ പറഞ്ഞു, തെറ്റി പോകല്ലേ. കോയെ എന്റെ കാലിന്റെ മുട്ടൊടിഞ്ഞോ നോക്കുക. ആരേലും കണ്ടോന്ന് കൂടി ഒന്ന് നോക്കുക. ആരും കണ്ടിട്ടില്ല. ഇന്റെ കാര്യം നോക്കൂലെന്ന് മാത്രം പറയരുത്. ഞങ്ങൾക്ക് അടുത്ത കളി ശക്തരായ ഈജിപ്തിനായിട്ടാണ്. അത് ജയിക്കൂല എന്ന് പറഞ്ഞു. ഒലക്ക പറഞ്ഞാൽ പിന്നെ എന്നെ കൊണ്ട് തച്ചൊരു ഉപകാരം. അപ്പൊ താരല്ല ആ പൗഡർ എന്ന് പറഞ്ഞ ഊതുന്ന ആളെ എല്ലാ വാക്കുത്താ കേട്ടത്. ഓന്റെ കാര്യം ഇതിനോട് മുണ്ടനെ ചെയ്തേ. കളി തോൽക്കുന്ന കളി ജയിച്ചില്ലേ? ആ പിന്നെ അത് മാത്രല്ല, ഓന്റെ ഒരു ഒറ്റ ഊത്തോണ്ട് എന്റെ മെസ്സിക്കുട്ടി 120 മിനിറ്റാ കളിച്ചിട്ടുണ്ട്. തനിക്ക് പറയും 20 മിനിറ്റ് കൊണ്ട് ഈ പച്ചനായിട്ട് കളിച്ച് ജയിക്കണം. അല്ല മറ്റെന്തായാലും ഈജിപ്തിനായിട്ട് ജയിക്കണോ? ജയിക്കണം. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ താൻ എനിക്ക് തരാം. എല്ലാ പ്രശ്നങ്ങളും ഞാൻ സോൾവ് ആക്കി തരാം. എനിക്ക് തരാനുള്ള പൈസ ഉണ്ട്. ആ പൈസ ലുലുക്കായിക്കൂടെ എനിക്ക്? എന്താണ് അവിടെ നടക്കണേ? അതിനെന്നെ എന്നോട് ഇറങ്ങാൻ പറഞ്ഞത്. അല്ലാതെ നെയ്മർ മെസ്സി ഒന്നും നമ്മളെ പരിക്ക് വെക്കൂലെന്ന് നമുക്ക് എല്ലാം അറിയാം. ജൂലൈ 9, 10, 11, 12 ഈ 4 ദിവസം അവിടെ ഫ്ലാറ്റ് 50 പറഞ്ഞൊരു ഓഫർ നടക്കുകയാണ്. പെർഫെക്റ്റ്. അതെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. പെട്ടെന്ന് നമുക്ക് ലുലുമാളിക്ക് പോകണം. അതെ. ഗുഡ് ജോബ്. എന്താ പെട്ടെന്ന് പോവാൻ തന്നെ.